പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ഞാനൊരു നിക്ഷേപ സുഹൃത്തായിട്ട് പരിചയപ്പെട്ടു. തൽക്കാലം അദ്ദേഹത്തിനെ നമ്മുടെ ജോസിച്ചൻ എന്ന് വിളിക്കാം. ഇദ്ദേഹം ഏകദേശം 20 വർഷത്തിലധികമായി സൗദി അറേബ്യയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ വർഷം അദ്ദേഹം നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്തു. അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പം നിലവിൽ 2 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ഉണ്ട്. അതിൽ തന്നെ 1 കോടിയിലധികം രൂപ ഇദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റാണ്. അപ്പം ഞാൻ ഇദ്ദേഹമായിട്ട് സംസാരിച്ച സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം, ഇദ്ദേഹം അവിടെ ഗൾഫിലായിരുന്ന സമയത്ത് ചെയ്യാമായിരുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം ചെയ്യാത്തത് മൂലം ഇദ്ദേഹത്തിന് വന്ന നഷ്ടം എത്രയാണെന്നറിയാമോ? ഏകദേശം 12.5 ലക്ഷം രൂപ. അതായത് 12.5 ലക്ഷം രൂപ. ഇത് ഈ ജോസിച്ചൻ്റെ മാത്രം കഥയല്ല. ഇപ്പൊ പല ആൾക്കാരും ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യുന്ന സമയത്ത് വേണ്ട രീതിയിൽ അവരുടെ നിക്ഷേപം മാനേജ് ചെയ്യാൻ പറ്റാത്തത് മൂലം അവർക്ക് പലർക്കും ഈ പല തരത്തിലുള്ള നഷ്ടങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ താങ്കൾക്ക് ഇത് വരാതിരിക്കാൻ, താങ്കളുടെ ഈ സുഹൃത്തുക്കൾക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള നഷ്ടം വരാതിരിക്കാൻ താങ്കൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഉപകാരപ്രദമാണെങ്കിൽ താങ്കൾ എല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. Once again, welcome back to the Tomicha Tips, powered by Dice Invest. My name is Prince Dice. Tomicha Tips എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഒരുപക്ഷെ താങ്കൾക്കറിയാമായിരിക്കും, ഇപ്പൊ ഇന്ത്യ ഒരുമിക്ക രാജ്യങ്ങളായിട്ടും ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ്? അതായത് ഒരു ലാഭത്തിന്, ഒരു ഇൻകത്തിന് 2 രാജ്യങ്ങളിൽ ടാക്സ് കൊടുക്കുന്നതിന് പകരം ഒരു രാജ്യത്ത് ടാക്സ് കൊടുക്കണമെങ്കിൽ മറ്റു രാജ്യത്ത് ടാക്സ് കൊടുക്കണ്ട എന്നതാണ് മെയിനായിട്ട് ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റോട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ ഗൾഫ് രാജ്യങ്ങളുമായിട്ട് ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് പ്രകാരം ഇപ്പൊ ഇന്ത്യൻ റെസിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, അതായത് ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം NRI ആണെങ്കിൽ, അതായത് ഗൾഫ് രാജ്യങ്ങളിൽ റെസിഡൻസി സ്റ്റാറ്റസ് അദ്ദേഹം അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അവർക്ക് ഇന്ത്യയിൽ ടാക്സ് കൊടുക്കണ്ട. അതിന് പകരം ഇപ്പൊ ഗൾഫിൽ എന്തെങ്കിലും ടാക്സ് ഉണ്ടെങ്കിൽ അവിടെ കൊടുത്താൽ മതി. അപ്പൊ നോർമലി ഇപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് ഒരുമിക്ക ഗൾഫ് രാജ്യങ്ങളിലും ഇൻകം ടാക്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ടാക്സ് കൊടുക്കാനുള്ള ലൈബിലിറ്റി ഈ പറഞ്ഞ വ്യക്തികൾക്ക് നോർമൽ സിറ്റുവേഷനിൽ ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് ഇപ്പൊ നമ്മുടെ ജോസിച്ചന്റെ കേസിൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഇദ്ദേഹം ഏകദേശം 20 വർഷത്തോളം ഗൾഫിലായിരുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം 2025 ഫെബ്രുവരിയിലാണ് ഇദ്ദേഹം നാട്ടിൽ വന്ന് സെറ്റിൽ ആവുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് പ്രകാരം ഇപ്പൊ നമ്മളുടെ അടുത്ത് പിടിച്ച ടാക്സ് നമുക്ക് റീഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതിന്റെ പേരാണ് TRC, ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ്. എന്താണ് ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ എമൗണ്ട് വിഡ്രോ ചെയ്യുന്ന ആ ഫിനാൻഷ്യൽ ഇയറിൽ ആ ഒരു വ്യക്തി ഇപ്പൊ ഏത് രാജ്യത്താണ്, ഇപ്പൊ ഇദ്ദേഹം സൗദി അറേബ്യയിലാണെങ്കിൽ 183 ദിവസത്തിലധികം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി അവിടുത്തെ ഗവൺമെന്റ് തരുന്ന സർട്ടിഫിക്കറ്റ് ആണ് TRC, ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇദ്ദേഹം 2025 ഫെബ്രുവരിയിലാണ് നാട്ടിലേക്ക് സെറ്റിൽ ആവുന്നത്. അപ്പൊ 2025 ഫെബ്രുവരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയിലത്തെ ഒരു ഫിനാൻഷ്യൽ ഇയർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന കാര്യം, 2024-25 ഫിനാൻഷ്യൽ ഇയറിലാണ് ഈ പറഞ്ഞ കാലഘട്ടം വരുന്നത്. അതായത് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ തുടങ്ങി നമ്മൾ മാർച്ച് വരെയാണ് ഇന്ത്യയിലത്തെ ഫിനാൻഷ്യൽ ഇയർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ മാർച്ചിന് തൊട്ട് മുമ്പുള്ള മാസമാണ്. അപ്പൊ ഈ ഒരു പീരീഡിൽ, അതായത് 2024 ഏപ്രിൽ 1-ാം തീയതി തുടങ്ങി മാർച്ച് 31-ാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ 183 ദിവസം ഇദ്ദേഹം സൗദി അറേബ്യയിൽ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് TRC എടുത്തതിന് ശേഷം ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇദ്ദേഹം
ആ ഒരു ടൈം മാർച്ച് 31 മുമ്പ്, ഇപ്പൊ സപ്പോസ് ഇദ്ദേഹം ഫെബ്രുവരിയിൽ വന്നെങ്കിൽ ഇപ്പൊ നാട്ടിൽ വന്ന് സെറ്റിൽഡ് ആയെങ്കിൽ പോലും ഇദ്ദേഹം ഒരു മാർച്ച് 31 മുമ്പ് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഈ 2 കോടി രൂപ ഒന്നുകിൽ റിഡീം അല്ലെങ്കിൽ സ്വിച്ച് വേറെ ഏതെങ്കിലും ഒരു ഫണ്ടിലേക്ക് ജസ്റ്റ് ഒന്ന് സ്വിച്ച് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ഈ 2 കോടി രൂപയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കോടി രൂപ പ്രോഫിറ്റ് ആണ്. ഈ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. അപ്പൊ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഇക്വിറ്റി ഫണ്ട് ആണെങ്കിൽ നോർമൽ സിറ്റുവേഷൻ നമുക്കറിയാം, NRI ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പൊ ഒരു 12.5%, ഇപ്പൊ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ 12.5% ടാക്സ് പിടിക്കും. അപ്പൊ ഇദ്ദേഹത്തിന് 1 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ട്, അതായത് 12.5 ലക്ഷം രൂപ ഇദ്ദേഹത്തിന്റെ TDS പിടിച്ചതിന് ശേഷം ബാലൻസ് എമൗണ്ട് ആയിരിക്കും ഇദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടാൻ പോകുന്നത്. അപ്പൊ നമ്മൾ സംബന്ധിച്ച് 12.5 ലക്ഷം രൂപ ഇദ്ദേഹത്തിന്റെ TDS പിടിച്ചു. പക്ഷെ ഇവിടെയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ പറഞ്ഞ 2024-25 ഫിനാൻഷ്യൽ ഇയറിൽ 183 ദിവസം സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു TRC റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ അടുത്ത് പിടിച്ച ആ 12.5 ലക്ഷം രൂപ ടാക്സ് ഇദ്ദേഹത്തിന് റീഫണ്ടായിട്ട് മേടിക്കാൻ പറ്റും. അപ്പൊ അന്ന് ഇദ്ദേഹം വന്നതിന് മുമ്പ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ആ സമയത്ത് സ്വിച്ച് ചെയ്തു, അത് പുതിയ ഫണ്ടിലോട്ടായി. പിന്നെ അതിനുശേഷം ഇപ്പൊ 2 കോടി രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട്, അതിന് മേലെ വരുന്ന പ്രോഫിറ്റിന് പിന്നെ ടാക്സ് കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ ഇവിടെ ഈ ടാക്സ് നമുക്ക് ഇവിടെ റീഫണ്ട് മേടിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ ജോസിനെ സംബന്ധിച്ച് സംഭവിച്ച ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ ഒരു സംഭവം പ്ലാൻ ചെയ്യാതെ ഇദ്ദേഹം നാട്ടിൽ വന്ന് സെറ്റിൽഡായി. അപ്പൊ ഇപ്പൊ നിലവിൽ അദ്ദേഹം മ്യൂച്വൽ ഫണ്ടിൽ ഈ എമൗണ്ടിൽ വിഡ്രോവൽ ഒന്നും ചെയ്തിട്ടില്ല. 2 കോടി രൂപ വാല്യൂഷൻ ഉണ്ട്, അതിൽ 1 കോടി രൂപ പ്രോഫിറ്റ് ആണ്. അപ്പൊ ഇനി ഇദ്ദേഹം ഇതിൽ നിന്ന് എമൗണ്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഈ 2 കോടി രൂപ ഇദ്ദേഹം ഇപ്പൊ വിഡ്രോ ചെയ്യണമെന്ന് വിചാരിച്ചോ, ഈ 1 കോടി രൂപയ്ക്ക് 12.5% ടാക്സ് ഇദ്ദേഹം കൊടുക്കണം. അതായത് 12,50,000 ടാക്സ് കൊടുക്കണം. കാരണം ഇപ്പൊ ഇദ്ദേഹത്തിന്റെ സംബന്ധിച്ച് ഇപ്പൊ ഏപ്രിൽ 1 ശേഷം ഇദ്ദേഹം എമൗണ്ട് സ്വിച്ച് അല്ലെങ്കിൽ വിഡ്രോവൽ ചെയ്ത് കഴിഞ്ഞാൽ അത് 2025-26 ഫിനാൻഷ്യൽ ഇയറിലേക്കായി. അപ്പൊ ഇനി ഈ TRC വേണമെന്നുണ്ടെങ്കിൽ ഈ 2025-26 കാലഘട്ടത്തിൽ 183 ദിവസത്തോളം ഇദ്ദേഹം ഈ പറഞ്ഞ സൗദി അറേബ്യയിൽ ഉണ്ടാകണം. അത് ഓട്ടോമാറ്റിക്കലി അദ്ദേഹം ഇപ്പൊ നാട്ടിൽ വന്ന് സെറ്റിൽ ആയതുകൊണ്ട് ഈ ഒരു സംഭവം നഷ്ടപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ 12.5% ടാക്സ് കൊടുക്കാതെ വേറെ നിവൃത്തിയില്ല, അദ്ദേഹം അത് കൊടുത്തേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ NRI സുഹൃത്തുക്കൾ അവര് ഇപ്പൊ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് അവര് ഇൻവെസ്റ്റ്മെന്റ് ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു ഫിനാൻഷ്യൽ ഡിസ്ട്രിബ്യൂട്ടറായിട്ടോ അല്ലെങ്കിൽ അഡ്വൈസറായിട്ടോ ഒന്ന് ഇരുന്ന് ഞാൻ ഈ നാട്ടിൽ വന്ന് സെറ്റിൽ ആകുമ്പോഴാണ് അപ്പൊ ഞാൻ ഇത് എന്ത് ചെയ്യണം ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ശരിയായ രീതിയിൽ ഈ തരത്തിലുള്ള ഒരു റീ അലോക്കേഷൻ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ ടാക്സ് കൊടുക്കുന്ന ആ ഒരു എമൗണ്ട് അദ്ദേഹത്തിന് റീഫണ്ടായിട്ട് മേടിക്കാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. താങ്കളെല്ലാ സുഹൃത്തുക്കൾക്ക് താങ്കൾ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പം ജോസിച്ചനെ പോലെ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഓർക്കാത്തത് മൂലം അവർ പെട്ടെന്ന് നാട്ടിൽ വന്ന് സെറ്റിലാവും, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ മറന്നു. അപ്പോൾ അവർക്കെല്ലാവർക്കും ഈ ഒരു വിവരം എത്തിച്ചു കൊടുക്കുക എന്നത് താങ്കളുടെയും കൂടി ഒരു ഉത്തരവാദിത്വമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് താങ്കളെല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതോടൊപ്പം ഞങ്ങളെ നിക്ഷേപ സംബന്ധമായ സേവനങ്ങളെ കുറിച്ച് താങ്കൾ കൂടുതൽ അറിയണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ നമ്പറിൽ താങ്കൾക്ക് വാട്സാപ്പ് വഴിയോ കോൾ ചെയ്തോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് തൊമ്മിച്ച് ടിപ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.